എല്ലാവർക്കും മല്ലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, പാട്രിയോട്ട്, വിലായത്തുബുദ്ധ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. C5 ആണ് പാട്രിയോട്ടിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 5 മുതൽ പാട്രിയോട്ട് C5-ൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് സുഖമാണ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ മലയാള റൊമാൻറ്റിക് ഫാന്റസി കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 29-ന്, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടി അഭിനയിച്ച ഈ ഒരു സിനിമയുടെ OTT ഇതുവരെയായി റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ ആദ്യവാരം തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ആഹ്ലാദം എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരമായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ലീഡർ എന്ന സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ലീഡറിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഫേസസ് എന്ന മലയാള സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സൺനെസ്റ്റ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യവാരമായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് അനോമി എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെയും OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമയാണ് അനോണി. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നത് ആമസോൺ പ്രൈമിലാണ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ക്രൈം ആക്ഷൻ ത്രില്ലർ സിനിമയാണ് തങ്കമണി. ദിലീപ് നായകനായ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 1980-കളിലെ കേരളം പശ്ചാത്തലമാക്കി ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ സൈന പ്ലേയിൽ ജൂൺ ആദ്യവാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് നീലീര എന്ന സിനിമയെ പറ്റിയാണ്. ഒരു സർവൈവൽ ത്രില്ലർ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ C5-ൽ ഈ ഒരു സിനിമയുടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഭൂത് ബംഗ്ലാവ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ഹൊറർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെയും OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഭൂത് ബംഗ്ലാവിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 12 മുതൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കസിൻസ് ആൻഡ് കല്യാൺസ് എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ദൃഢം എന്ന സിനിമയെ പറ്റിയാണ്. ഒരു മലയാള ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സിനിമയാണ് ദൃഢം. ഇപ്പോഴിതാ ദൃഢത്തിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്ത മാസമായിരിക്കാം ദൃഢത്തിന്റെ OTT റിലീസ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.